ജനാധിപത്യത്തിന്റെ വർണ്ണവസന്തം പുലരാൻ പോകുന്ന മെയ് 4-ാം തീയതി രാഷ്ട്രീയ കേരളത്തിൽ എന്ത് സംഭവിക്കും? വരുന്ന 5 വർഷം കേരളം ആര് ഭരിക്കും? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജെൻസി എന്നും ജെൻ ആൽഫ എന്നും പറഞ്ഞ് പൊതുസമൂഹത്തിൽ ഒരു പറ്റം ആളുകൾ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന അതേ ജെൻസികളോട് ജെൻ ആൽഫകളോടും തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു ഭരണഘടനയ്ക്ക് കീഴിലാണ് നമ്മളെല്ലാവരും അണിനിരക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായ നിലപാടും രാഷ്ട്രീയവും ഉണ്ടായിരിക്കും എന്നുള്ളത് ജനാധിപത്യ സംവിധാനത്തിൽ നിർബന്ധവുമാണ്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ 16ാമത് കേരള നിയമസഭയുടെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയവരായിരിക്കും നിങ്ങളിൽ പലരും. കേരളം ആര് ഭരിക്കും? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ ജനാധിപത്യം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് കാവലാവേണ്ടത് നമ്മൾ യുവാക്കളാണ്. ഒരാളും മാറി നിൽക്കരുത്. വർഗീയ കോമരങ്ങൾ കലിതുള്ളി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. അവരെ ഈ മണ്ണിൽ വേരോടാത്ത വിധത്തിൽ പ്രതിരോധിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. ഒരേ ഒരു അഭ്യർത്ഥനയുള്ളൂ, നിങ്ങൾ അരാഷ്ട്രീയവാദത്തെ ഉയർത്തിപ്പിടിക്കരുത്. അരാഷ്ട്രീയവാദത്തെ നിങ്ങൾ കാലഘട്ടത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയണം. നിങ്ങളുടെ യുക്തി അനുസരിച്ച് ഏതൊരു പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗവും നിങ്ങൾക്കാവാം. എന്നാൽ അത് നാം എതിർക്കുന്ന പ്രത്യയശാസ്ത്രത്തെ പിന്തുണക്കുന്നവരെ അടിച്ചമർത്തിയോ ആക്രമിച്ചോ ആവരുത് എന്ന് മാത്രം. ആശയപരമായിട്ടുള്ള പോരാട്ടങ്ങൾ നയിക്കുക, ആശയപരമായിക്കൊണ്ട് അവരെ എതിർക്കുക. രാഷ്ട്രീയം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അത് ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയുടെ കൊടി പിടിക്കലോ മുദ്രാവാക്യം വിളിക്കലോ മാത്രമല്ല. നാം ഒരു അനീതിയോ അക്രമമോ കണ്ടു കഴിഞ്ഞാൽ അതിനെ എതിർക്കാനുള്ള നമ്മുടെ നീതിബോധത്തെയാണ് ഞാൻ രാഷ്ട്രീയം കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രബോധമുള്ളവരാവുക, കൃത്യമായി പൊളിറ്റിക്കൽ ആയിരിക്കുക. ബ്രോ, രാഷ്ട്രീയം പറയണ്ട എന്ന് പറയുന്നവരോട് രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കി കൊടുക്കുക. അതുകൊണ്ട് മെയ് 4-ാം തീയതി കേരളം ആര് ഭരിക്കും? ആരോഗ്യകരമായിട്ടുള്ള ചർച്ചകൾ വരട്ടെ.